മംഗലാപുരത്ത് വെച്ച് പാകിസ്ഥാന് അനുകൂല മുദ്രാവാക്യം മുഴക്കി എന്നാരോപിച്ച് മലയാളിയായ ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടിയിൽ RSS ബജറംഗ് ദൾ പ്രവർത്തകരെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഭാഗമായാണ് ആ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വിരുദ്ധ വികാരം ഇന്ത്യയിൽ തഴച്ചു വളരുന്നുണ്ട്. അത് മുസ്ലിം വിരുദ്ധ വികാരമായി പലയിടത്തും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മംഗലാപുരത്ത് ഈ ദാരുണമായ വാർത്ത നമ്മൾ കേട്ടു. അത് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പലയിടത്തു നിന്നും ഇതുപോലെ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന, കാശ്മീരികളെ ടാർഗറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തു തോന്നുന്നു, ഇതെല്ലാം ഈ പഹൽഗാം ആക്രമണവുമായി മുൻനിർത്തി വായിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണോ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, മംഗലാപുരത്ത് ഉണ്ടായിരിക്കുന്നത് ഡെഫിനറ്റ്ലി പഹൽഗാം ആക്രമണത്തിൻ്റെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിയിലുണ്ടായ റിയാക്ഷനായിട്ട് നമ്മൾ കാണണം. പക്ഷേ എങ്ങനെയാണ് ഇമോഷണലി ചാർജ്ഡ് ആവുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഇമോഷണലി ചാർജ്ഡ് ആക്കാനുള്ള പണി കുറേ കാലമായിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആൻറ്റി മുസ്ലിം ഇമോഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അത് പല രൂപത്തിൽ പല കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ ശക്തികൾ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ രാജ്യസ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിക്കുകയും ഇപ്പോൾ കൂടുതൽ വേഗത്തിലും ശക്തിയിലും നടക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ. അതിൻ്റെ തുടർച്ചയിലാണ് ഈ ഇമോഷൻ പെട്ടെന്ന് ചാർജ്ഡ് ആവുന്നത്. ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം, ഇപ്പോൾ സാലിം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഈ കശ്മീരികൾക്കെതിരായിട്ടുള്ള ഒരു ഇമോഷനായിട്ട്, അല്ലെങ്കിൽ കശ്മീരികളെ ഒറ്റപ്പെടുത്തുകയോ അവരെ ആക്രമിക്കണമെന്ന തോന്നൽ ജനിപ്പിക്കുകയോ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കശ്മീരികൾ എന്ന് പറയുമ്പോൾ കശ്മീരികൾ എന്നുള്ള അർത്ഥത്തിലല്ല, അത് മുസ്ലിങ്ങൾ എന്നുള്ള അർത്ഥത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ 36 വയസ്സുള്ള അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ അനുകൂല പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അവിടെ എന്തോ ഒരു ക്രിക്കറ്റ് കളിയായിരുന്നു നടത്തുകൊണ്ടിരുന്നത്, പ്രാദേശികമായിട്ടുള്ളൊരു ക്രിക്കറ്റ് മത്സരം. ആ പ്രാദേശികമായ ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം വലിയ തോതിൽ എന്താ പറയുക, വലിയ വീറും വാശിയോട് നടക്കുന്നൊരു സമയമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പാകിസ്ഥാൻ ടീമിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെങ്കിൽ അവരൊരു പക്ഷേ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു സാധ്യത അവിടെയുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് പ്രാദേശികമായ ടീമുകൾ തമ്മിലുള്ള മത്സരം നടക്കുന്നു, അതിനിടയിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പല റിപ്പോർട്ടുകളും നോക്കുമ്പോൾ അതിൽ പറയുന്നത് ഒരാൾ, അതായത് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സച്ചിൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് പറയുന്നത്. ഇയാളിങ്ങനെ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയും. ഇത് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പുറകെ ഇയാൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ആദ്യം സച്ചിൻ, പിന്നെ ഈ പറയുന്ന ബാക്കി ആളുകൾ ഇതുവരെ അറസ്റ്റിലായി എന്ന് പറയുന്ന 20ഓളം പേർ. 20ഓളം പേരെ ഉള്ളൂ എന്ന് നമുക്കറിയില്ല, കൂടുതൽ പേര് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവരിൽ പലരും RSSൻ്റെയും ബജ്രംഗ് ദൾ, RSS അനുഭാവികളും ബജ്രംഗ് ദൾ പ്രവർത്തകരുമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പോലീസ് ഈ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള ആക്ഷേപവും സ്ഥിരീകരിക്കുന്നില്ല. അറസ്റ്റിലായവരുടെ ഈ ഹിന്ദുത്വ ഐഡിയോളജിയായിട്ടുള്ള ലീനിയൻസിയും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അവിടെ നമ്മൾക്ക് പരിചയമുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇവരിൽ പലരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ ഹിന്ദുത്വ ഔട്ട്ഫിറ്റുകളിലെ പ്രവർത്തകരാണ് എന്ന് പറയുന്നത്. പോലീസ് ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ ഒന്നാലോചിച്ചൊക്കെ, ഇത് ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടായതിൻ്റെ തൊട്ട് പുറകെ ആക്രമിക്കാൻ പാകത്തിലേക്ക് ഈ പറയുന്ന മനുഷ്യന്മാരുടെ മാനസിക നിലയെ നമ്മൾ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പഹൽഗാം അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ മാത്രമേ ആവുന്നുള്ളൂ. ഈ മാനസിക നിലയെ എത്തിക്കുന്നത് കുറേ കാലത്തെ പണിയുടെ തുടർച്ചയിലാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമായിട്ട് ആ മനുഷ്യർക്ക് തോന്നുന്നില്ല. ഇത് ചെയ്യേണ്ടതാണ് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് അവർ ചെയ്യുന്നത്. ആ ബോധ്യത്തിലും എത്തിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് രാജ്യത്ത് നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് പലയിടത്തും ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യരെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിച്ച് കൊല്ലുന്നതിന് ഒരു മടിയും തോന്നേണ്ടതില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മൾ അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2014 ശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നത്, ഈ ആൾക്കൂട്ടാക്രമണം. അതിൽ തന്നെ ഏതാണ്ട് ഒരു 90% അതിന് ഇരകളാക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഭാഗം
ഇങ്ങനെ ആൾക്കൂട്ട ആക്രമണങ്ങളൊക്കെ നടത്താൻ പാകത്തിലുള്ളൊരു വിഭാഗമാണ്, അല്ലെങ്കിൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്കും ഈ മനുഷ്യന്മാരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതിന് വളരെ നിശബ്ദമായിട്ടും മൗനം കൊണ്ട് ഭരണകൂടം അനുവാദം നൽകുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ മംഗലാപുരത്തെ അഷ്റഫിൻ്റെ മരണത്തെ കാണാനായിട്ട്. ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായ അതിൽ ആക്രമണം നടന്ന ശേഷം ഉടനെ തന്നെ, അതായത് അക്രമികൾ മതം നോക്കിയാണ്, മതത്തിൻ്റെ പേര് ചോദിച്ച് മുസ്ലിമാണോ മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വെടിയുതിർത്തത് എന്ന ഒരു അലിഗേഷൻ വരുന്നു. അത് സത്യമാണെന്ന് പിന്നീട് തന്നെ തെളിയുന്നു. അതിനുശേഷം തന്നെ ഈ തീവ്രവാദത്തിന് മതമുണ്ട് എന്ന അർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പല സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും ധാരാളമായി നടക്കുകയുണ്ടായിരുന്നു. കശ്മീരിനെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം, കശ്മീർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റാണ്. അവിടെ എന്നാൽ ഈ ആക്രമണം ഉണ്ടായ ശേഷം തന്നെ ഈ ആക്രമണം ഞങ്ങൾക്ക് മേലുണ്ടായ ആക്രമണം എന്ന് പറഞ്ഞാൽ കശ്മീർ ജനത ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കുന്നു നമ്മൾ കാണുകയുണ്ടായി. കശ്മീരായതുകൊണ്ടും ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായതുകൊണ്ടും ഈ ഒരു സാഹചര്യത്തെ ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പഹൽഗാമിൻ്റെ ശേഷം ഉണ്ടായിന്ന് തോന്നുന്നു. അതുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ മംഗലാപുരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, മംഗലാപുരത്ത് ഇങ്ങനെ ഒരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി, മലയാളിയായ ഒരാൾ മരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മംഗലാപുരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളറിയാത്ത, ഒരുപക്ഷെ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലാതെ ഒരുപാട് വിധത്തിൽ ഈ പറയുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് ലോണ്ടറിയിലോ മിനിറ്റിലോ ആണെന്ന് തോന്നുന്നു ഏതോ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിൽ ഈ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഈ 3 സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പഠിക്കുന്ന കശ്മീരിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഇവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ ഇവർക്ക് ഭയമാണ്, അവരാക്രമിക്കപ്പെടുമെന്നുള്ള തോന്നലാണ്. ഈ കാശ്മീർ സ്റ്റുഡൻസ് യൂണിയൻ, ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് യൂണിയൻ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, അവർ പുറത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ദിവസം 200-300 ഫോൺ കോളുകൾ വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കശ്മീരി വിദ്യാർത്ഥികൾ, ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല, ഞങ്ങൾ പലതരത്തിലുള്ള ത്രട്ട് നേരിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജാമ്യ മില്ലിയിൽ അത് സംഭവിച്ചു. ഒരു പെൺകുട്ടിയെ സെക്ഷലി ഹറാസ് ചെയ്യാനുള്ള ശ്രമം നടക്കുകയുണ്ടായി. അതിനെ പിന്നെ കുട്ടികൾ ചേർന്ന് പ്രതിഷേധമൊക്കെ നടക്കുക. അതെ, അപ്പോൾ അതിൽ ഒരാൾ പറയുന്നത് വെച്ചാൽ 2019 പുൽവാമ ആക്രമണം നടക്കുമ്പോൾ അയാൾ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അക്കാലത്ത് ഞാനൊരു 2 ആഴ്ച പുറത്തിറങ്ങിയതേ ഇല്ല ഭയന്നിട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അയാൾ ഒരു ജോലിക്കാരനാണ്. ഇപ്പോൾ അയാൾ പറയുന്നു സമാനമായൊരു മാനസികാവസ്ഥയാണ് ഞാനിപ്പം നേരിടുന്നത്. ഇതൊരു പ്രശ്നമാണ്. ഈ തരം ഒരു ഇമോഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലതരത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പശ്ചിമ ബംഗാൾ BJP ഘടകത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുവേന്ദു അധികാരി, അയാൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ 2 കശ്മീരികളുടെ അഡ്രസ്സ് പബ്ലിക്കായിട്ട് കൊടുത്തു. ഇവർ സസ്പെക്റ്റഡ് കക്ഷികളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാണ്. എന്താ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അറിയാമല്ലോ. എങ്ങനെയായിരിക്കും അവരുടെ നേരെ ഈ പറയുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും നോക്കുക. പക്ഷെ ഇതൊരു സൂചനയാണ് ബാക്കിയുള്ള ആളുകൾക്കും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് നൽകുന്നൊരു സൂചന ഇതാ, ഇവരെ ടാർഗറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്ന് പരസ്യമായിട്ട് പറയുകയാണ് സുവേന്ദു അധികാരി. അപ്പോൾ ഇത്ര ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പറയുന്ന BJP നേരിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ മറഞ്ഞിരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ വളരെ സംഘടിതമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത്, ഇങ്ങനെ പല രൂപത്തിൽ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഈ ആക്രമണം നടത്തിയ ആളുകൾ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ റിലിജിയൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചോദിക്കുമ്പോൾ അവർക്കറിയാം ഇതിൻ്റെ റിപ്പർക്കഷൻ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതൊരു പ്ലാൻഡായിട്ട് ചെയ്തൊരു പണിയാണ്. അല്ലാതെ നമ്മളൊരു ഭീകരാക്രമണം നടക്കുന്ന സ്ഥലത്ത് ആരും റിലീജിയൻ ചോദിക്കൊന്നുമില്ല. ഭീകരർ വരുന്നു, അവരുടെ ഭീകരപ്രവൃത്തി ചെയ്ത് മടങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പല ഭാഗത്തും കാണാറ്. ഇതങ്ങനെയല്ല. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത് അവർക്ക് അതിനുള്ള സമയം കിട്ടി, അവർക്ക് അതിനുള്ള അവസരം കിട്ടി. ഏതാണ്ട് ഒരു മണിക്കൂർ 1-2 മണിക്കൂർ അവർക്കവിടെ സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റി. അപ്പോൾ അവർക്ക് ക്ലീനായിട്ട് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി, ഇപ്പോഴും പിടിച്ചിട്ടുമില്ല, ചോദിച്ചു മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ റിപ്പർക്കഷൻ ഇതാണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത് സംഭവിച്ചതിൻ്റെ തൊട്ട് പുറകെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട നമ്മളുടെ ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾക്ക്. അവരത് വളരെ ഭംഗിയായിട്ട് രാജ്യത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ മംഗലാപുരത്ത് കാണുന്നത്. മംഗലാപുരത്ത് നമ്മളത് ആ എഫക്റ്റ് കണ്ടതുകൊണ്ട് നമ്മളിത് പറയുന്നു. ഇത് നേരിട്ട് കാണാതെ അല്ലെങ്കിൽ ഇത്തരം
ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ തന്നെ പലതരത്തിൽ ആക്രമിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ പുറത്തിറങ്ങാൻ പോലും ഭയന്ന് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന മനുഷ്യന്മാർ, കശ്മീരികളായിട്ടുള്ള മനുഷ്യന്മാർ ധാരാളമുണ്ട്. ഇതിപ്പോൾ കശ്മീരികളാണ്. അത് അടുത്ത പടിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പണിയാണ് മംഗലാപുരത്ത് നടക്കുന്നത്. മംഗലാപുരത്ത് ഒരു ആരോപണം ഉണ്ടാകുന്നു, ഒരു ആരോപണം ഉണ്ടായ ഉടനെ തന്നെ ആളുകൾ ആക്രമിക്കുകയാണ്, കൂട്ടം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മളെ വലിയ തോതിൽ അസ്വസ്ഥമാക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു 4 മണിക്കൂർ മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു സ്റ്റോറിയാണ്, ഇന്ത്യാസ് മുസ്ലിംസ് ഫിയർ എ ഗ്രോയിങ് ബാക്ക്ലാഷ് ആഫ്റ്റർ കശ്മീർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. ന്യൂയോർക്ക് ടൈംസിലാണ്. ഇന്നലെ അൽ ജസീറയിൽ വന്നൊരു സ്റ്റോറി ഉണ്ട്, ട്രൈറ്റേഴ്സ് ഹെയ്റ്റ് ഫിൽഡ് സോങ്സ് ടാർഗറ്റ് ഇന്ത്യൻ മുസ്ലിംസ് ആഫ്റ്റർ കശ്മീർ അറ്റാക്ക്. ഒന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ്, മറ്റൊന്ന് അൽ ജസീറയാണ്. ഒന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതായത് പഹൽഗാം അറ്റാക്കിന് ശേഷം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ കൂടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇമോഷൻ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. അൽ ജസീറ പറയുന്നു, അതെ, പഹൽഗാം അറ്റാക്കിന് ശേഷം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത ഹിന്ദുത്വ പോപ്പ് ഗാനങ്ങൾ, ഇതിൻ്റെ ഒരു സ്റ്റഡിയാണ് അൽ ജസീറ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു ഇമോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള നരേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ എത്രത്തോളം അപകടം ചെയ്യും? അതൊരു പ്രശ്നം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കും മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നമ്മുടെ മീഡിയാസ് ഒന്നും ഇത് അറ്റൻഡ് ചെയ്യില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കശ്മീരി ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അറിയാഞ്ഞിട്ടല്ല, പലപ്പോഴും അറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്തത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, രാജ്യസ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രം വിവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അവിടെ നമുക്ക് വസ്തുതകളോ വിവരങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കുന്ന സാമൂഹ്യമായ ആഘാതമോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ഇങ്ങനെയല്ല സത്യത്തിൽ ഒരു റെസ്പോൺസിബിൾ രാജ്യം പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ആ ഇൻസിഡൻറ്റിന് ഉത്തരവാദികളായ ആളുകൾ ആരാണോ അവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവേണിംഗ് സിസ്റ്റത്തിൻ്റെ ചുമതല. ദൗർഭാഗ്യവശാൽ ഈ ഗവേണിംഗ് സിസ്റ്റം തന്നെ ഇത്തരം സംഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമായി നിലകൊള്ളുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് ജമ്മു കാശ്മീരിൽ ഭീകരരെന്നോ ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെന്നോ ആരോപിക്കപ്പെട്ട 8-10 പേരുടെ വീടുകൾ അടിച്ചു തകർത്തു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്താ തെറ്റ് എന്ന് തോന്നാം, പക്ഷേ ഇത് പ്രൂവ് ചെയ്തിട്ടില്ല. നിയമത്തിൻ്റെ മുമ്പിൽ ഇവർ ഭീകരരാണെന്നോ ഭീകരപ്രവർത്തനത്തെ പിന്തുണച്ചൊന്നും ഒരു തെളിവില്ല. പക്ഷേ ഒരു കളക്റ്റീവ് പണിഷ്മെൻറ്റ് അവിടെ ചെയ്തു കഴിഞ്ഞു. അവരുടെ ഫാമിലിയാണ് പണിഷ് ചെയ്യുന്നത്, അവരെ പോലെയല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവൻ പണിഷ് ചെയ്യുക ചെയ്യുന്നത്. ഇതിലൂടെ ഗവൺമെൻറ് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ നിയമപ്രകാരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ വിജിലാൻറ്റിസം തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ശിക്ഷ നടപ്പാക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്ന് ഗവൺമെൻറ് പറയുകയാണ് ജനങ്ങളോട്. ഉത്തർപ്രദേശിൽ ബുൾഡോസ് ചെയ്തപ്പോഴും മധ്യപ്രദേശിൽ ബുൾഡോസ് ചെയ്തപ്പോഴും ഡൽഹിയിൽ ബുൾഡോസ് ചെയ്തപ്പോഴും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ വീടുകൾ ഇടിച്ചു നിരത്തുമ്പോഴും ഒക്കെ ഈ പറയുന്ന ആൾക്കൂട്ടത്തിന് ഗവൺമെൻറ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നിയമം കയ്യിലെടുത്ത് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ചില കാര്യങ്ങളിൽ ചില ടാർഗറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ നിങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട് എന്ന് ഈ കൂട്ടരോട് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ആ സ്വാതന്ത്ര്യമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗവൺമെൻറ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതേക്കുറിച്ച് ആരും സംസാരിക്കും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇപ്പം ഇൻ്റർനാഷണൽ മീഡിയയിൽ റിപ്പോർട്ട് വരുന്നു, അതായത് ഇവിടെ പോസ്റ്റ് പഹൽഗാം ഈ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, അവരെ ട്രേറ്റേഴ്സായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ഈ പ്രശ്നം സംഘടിതമായി നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് കുറച്ച് ദിവസത്തേക്ക് ഒരുപക്ഷെ ഇൻ്റർനാഷണൽ മീഡിയയിൽ ഈ പ്രശ്നം ഉണ്ടാവും. രാജ്യാന്തര തലത്തിൽ ചില വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ ഉയർന്നേക്കാം. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സംഘടിതമായ ഒരു വംശഹത്യാശ്രമം മണിപ്പൂരിൽ നടന്നപ്പോൾ യൂറോപ്യൻ യൂണിയനെ പോലുള്ള രാജ്യങ്ങൾ പോലും, യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ പോലും, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ തന്നെ സർക്കാരിനെ വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതവിടെ തീർന്നു. അത് ഈ ഗവൺമെൻറ്റിന് നന്നായിട്ടറിയാം. ഇന്ത്യ ഗവൺമെൻറ് എന്നാൽ ഇപ്പോൾ ഉള്ള വിമർശനങ്ങളൊക്കെ 1-2 ദിവസത്തേക്കുണ്ടല്ലോ, അത് കഴിഞ്ഞു. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു കമ്പോളത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നൊരു വലിയ കമ്പോളമാണ്. ആ കമ്പോളത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും എളുപ്പമല്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ ഹിന്ദുത്വ വർഗീയതയും ഈ പറയുന്ന കമ്പോളവും തമ്മിലുള്ള വലിയ ബന്ധമുണ്ട്. ആ ബന്ധം നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കമ്പോളത്തെ ഒഴിവാക്കാൻ ഈ രാജ്യങ്ങൾക്കൊന്നും തയ്യാറാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും കഴിയാം എന്നൊരു തോന്നൽ ഇവിടെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഇൻ്റർനാഷണൽ മീഡിയയിലെങ്കിലും ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെങ്കിലും വരുന്നുണ്ടല്ലോ. നമ്മുടെ മീഡിയാസിലൊന്നും വരില്ല. അപ്പോൾ അത് നല്ലത്. പക്ഷേ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് നമ്മൾ കരുതരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ കശ്മീരിൽ മരണപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു ആദിൽ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ കുതിര ഓടിക്കുന്ന ചെറുപ്പക്കാരനായ ഒരാളുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം മരണപ്പെട്ട മലയാളിയായ രാമചന്ദ്രൻ അല്ലേ, രാമചന്ദ്രൻ്റെ മകൾ ഇവിടെ വന്ന് പറഞ്ഞ് കശ്മീരികൾ നൽകിയ സ്നേഹത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ ശേഷം കശ്മീരിലെ ആളുകൾ അവിടെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥ, അതിനെക്കുറിച്ചുള്ള വളരെ സ്നേഹത്തിൻ്റെ ഒരുപാട് കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കശ്മീർ സന്ദർശിച്ചപ്പോഴും നമുക്കൊക്കെ അനുഭവിച്ചതും അത് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് നരേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെയല്ല എന്നുള്ളൊരു പ്രതിരോധം കശ്മീർ ജനത അവിടെ കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി അവരത് പിറ്റേ ദിവസം മുതൽ, അത് ഈ സംഭവം ഉണ്ടായ പിറ്റേ ദിവസം രാവിലെ ഏറ്റവും വലിയ പ്രതിഷേധം നമ്മൾ കാണുന്നത് കാശ്മീരിലാണ്. അവിടെ ചെറുപ്പക്കാർ, പ്രായമായവർ, സ്ത്രീകൾ, അന്ന് വേണ്ട ആ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ മുഴുവൻ തെരുവിൽ ഇറങ്ങിയിട്ട് ഇതിന് ഞങ്ങൾ എതിരാണ്, ഇത് കാശ്മീരിനെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. അതുപോലെ അവിടുത്തെ ഗവൺമെൻറ് വളരെ ജമ്മു ഒമർ അബ്ദുള്ള സർക്കാർ വളരെ രൂക്ഷമായിട്ടാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്. അതൊക്കെ അവിടെയുണ്ട്. ഈ പറയുന്ന നറേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഇത് പക്ഷേ സാമാന്യം പോലെ ഒരു മനുഷ്യത്വമോ ജനാധിപത്യ ബോധമോ ഉള്ളൊരു സൊസൈറ്റി മാത്രമാണ് ഇത് സ്വീകരിക്കുക. ഈ പറയുന്ന മനുഷ്യന്മാരുടെ ഒരു നന്മയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ബോധമുള്ള മനുഷ്യത്വമുള്ളൊരു സൊസൈറ്റിയെ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ രാമേന്ദ്രൻ്റെ മകള് അവർ മീഡിയയ്ക്ക് മുമ്പിൽ സംസാരിച്ചപ്പോൾ അവിടെ അവരെ സഹായിച്ച കാശ്മീരിയായ ഡ്രൈവറെക്കുറിച്ചും മറ്റൊരു ഡ്രൈവറെക്കുറിച്ചും, പേര് ഞാൻ മറന്നു, സമീർ എന്നോ മുസാഫർ എന്നോ ആണെന്ന് തോന്നുന്നു, അവർ രണ്ടുപേരുടെ പേര് പറഞ്ഞ് അവരെനിക്ക് സഹോദരങ്ങളെ പോലെയാണ് എൻ്റെ കൂടെ നിന്നത് എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പോസിറ്റീവായി കാണുമ്പോൾ തന്നെ അത് പറഞ്ഞതിൻ്റെ താഴെ ആളുകൾ വന്ന് കമൻ്റ് ചെയ്തത് നമ്മൾ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഈ പറയുന്ന എന്താ പറയുക, മനുഷ്യത്വമോ ജനാധിപത്യ ബോധമോ ഇല്ലാത്ത ഹിന്ദുത്വവാദികളുടെ ഒരു മാനസിക നിലവാരം നമുക്ക് മനസ്സിലാവും. അവരെ ചീത്ത വിളിക്കാനാണ് അവർ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് അവർ അതിന് ആ കമൻറ്റ് ബോക്സുകളിൽ വന്നത്. അതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഈ രാമേന്ദ്രൻ എന്ന് പറയുന്നത് BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ കൗൺസിലിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാണ്. അപ്പോൾ BJP ആയിട്ട് ദീർഘകാലം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആൾ കൂടിയാണ്. കാരണം വെച്ചാൽ ഞാൻ ഇടപ്പള്ളിയിൽ താമസിച്ചിരുന്ന കാലത്ത് എൻ്റെ പഴയ ലാൻഡ് ലോഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നുപോലെ എനിക്കറിയാം, അന്നുപോലെ അദ്ദേഹത്തിൻ്റെ BJP ബന്ധവും എനിക്കറിയാം. അപ്പോൾ അത്രയും BJP ബന്ധമുള്ള ഒരാളുടെ മകളുടെ കാര്യത്തിലാണ് ഹിന്ദുത്വവാദികൾ താഴെ വന്നിട്ട് ഈ പറയുന്ന ചീത്തകളി നടത്തുന്നത്. അതുമാത്രമല്ല, അവർ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രം വെച്ചിട്ട് ക്യാമ്പയിൻ നടത്താനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവരെന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു അന്തസത്തയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രചരണം ഹിന്ദുത്വവാദികൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. എത്ര നല്ല ഉദാഹരണങ്ങളോ നല്ല കഥകളോ നമുക്ക് പറയാനുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് കാശ്മീരുകാർ ചെയ്തൊരു കാര്യമല്ല, ഭീകരവാദികൾ ചെയ്ത കാര്യമാണ്. ഇത് ഭീകരവാദികൾ ചെയ്ത കാര്യമാണ്, മുസ്ലിങ്ങൾ ചെയ്തതല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സാമാന്യം പോലെ ഒരു എന്താ പറയുക, മനുഷ്യന്മാരായ മനുഷ്യർക്കെല്ലാം, ആളുകൾക്കെല്ലാം ഇത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ പറയുന്ന ഗ്രൂപ്പിന് അത് മനസ്സിലാവില്ല. അത് മനസ്സിലാകരുത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ തയ്യാറില്ലാത്തൊരു ഗ്രൂപ്പാണ് അവിടെയുള്ളത്. ആ ഗ്രൂപ്പിന് കിട്ടുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. അപ്പോൾ ആ പ്രശ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ ആ ഭീകരാക്രമണം ഉണ്ടാക്കിയ വലിയ ആഘാതത്തേക്കാൾ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഈ പ്രചരണം സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. അത് മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. രാജ്യം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള അവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നു. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ എടുത്തു കഴിഞ്ഞു, ഒരുപാട് പ്രതിരോധങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യം പ്രധാനമാണ്. ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം സ്വാഭാവികമായും ചിന്തിക്കുന്ന
ഒരു ദേശീയതയിലധിഷ്ഠിതമായി അല്ലെങ്കിൽ ജനാധിപത്യവും നേരത്തെ പറഞ്ഞ പോലെ മതേതര വിശ്വാസികളായ ആർക്കും ബോധ്യപ്പെടാവുന്ന കാര്യമുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ ഭീകരവാദികളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്ന അതേ രൂപത്തിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സംഘം തയ്യാറാവുന്നു എന്നത് ശരിക്കും അത് ഈ രാജ്യത്തിന് തന്നെയല്ലേ ഭീഷണിയാവുന്നത്. ഇതാദ്യം ഇപ്പോൾ സാലിം പറഞ്ഞതിൻ്റെയാണ് അതിനകത്തുള്ള പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ, അതിർത്തി കടന്നു വന്നു നമ്മുടെ പൗരന്മാരായിട്ടുള്ള 26 പേർ അല്ലെങ്കിൽ 25 പേർ ടൂറിസ്റ്റുകളാണ്. ഒരാൾ അവിടെ തന്നെയുള്ള ഒരു കുതിര സവാരിക്കാരനാണ്. ഇവരെ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ ഗ്രൂസമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. അപ്പോൾ നമുക്ക് രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇതിനോടുള്ളൊരു ഒരു രോഷമോ സങ്കടമോ പ്രതിഷേധമോ പ്രതികാരബോധമോ ഒക്കെ ഉണ്ടാവും. ആ നിലയ്ക്കുള്ളൊരു യോജിപ്പല്ലേ രാജ്യത്തുണ്ടാവേണ്ടത്. നമ്മളെ ആക്രമിച്ചു എന്നുള്ളൊരു ഒരു ഫീലാണല്ലോ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്ന അതിനെ എങ്ങനെ ഡിവിസീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള പണിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരാണ് ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് എതിരായി നിൽക്കുന്നത്. എന്നിട്ട് അവർ സ്വയം രാജ്യസ്നേഹികളായിട്ട് ചമയുകയും ചെയ്യും. ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യം ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നൊരു പണിക്ക് തീർത്തും എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ, അവരാണ് ഈ വിദ്വേഷം വമിപ്പിക്കുന്നത്. അവരാണ് ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇന്ധനം നൽകുന്നത്. അവരാണ് ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അത് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല ഈ രാജ്യത്ത് എന്ന് അവർക്ക് ഒരു ബോധ്യം നൽകുകയാണ് നമ്മുടെ ഭരണ സംവിധാനം. അപ്പോൾ ഈ കൂട്ടരാണ് സത്യം പറഞ്ഞാൽ രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ അവരാണ് വലിയ രാജ്യസ്നേഹികൾ എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്കൊരു വലിയ ക്രൈസിസാണ്. കാരണം വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അതാണ് വസ്തുതയെങ്കിൽ പോലും അത് പറയുന്നത് രാജ്യദ്രോഹമാണ് എന്ന് വിശദീകരിക്കാനോ വ്യാഖ്യാനിച്ചെടുക്കാനോ വളരെ എളുപ്പമാണ്. അങ്ങനത്തെ ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മീഡിയാസ് പോലും ചില കാര്യങ്ങളൊന്നും പറയാതെ മടിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹി ആവാം എന്നുള്ളൊരു ഭീഷണി നമ്മൾ നേരിടുന്നുണ്ട്. വ്യക്തികൾ നേരിടുന്നുണ്ട്, മീഡിയ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. റൈറ്റ്. പഹൽഗാമിലെ അറ്റാക്ക് അത് ഭീകരാക്രമണം തന്നെയാണ്. ആ ഭീകരാക്രമണം നടത്തിയവരെ ഇതുവരെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും രാജ്യത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാളത്തിന് മോഡി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു, എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നു തിരിച്ചെടുക്കാൻ എന്നതിനുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് അതിൻ്റെ പിന്നിലുള്ളവർക്കൊക്കെ ശക്തമായ തിരിച്ചടി നൽകാൻ രാജ്യത്തിൻ്റെ സൈന്യത്തിന് സാധിക്കട്ടെ. പക്ഷേ അപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം വമിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അതിന് വകവെച്ചു കൊടുക്കുന്ന അധികാരികൾ അവർ ഈ രാജ്യത്തിന് തന്നെ അതിലേറെ ദൗർഭാഗ്യകരമാണ്. ഈ ഇൻസൈറ്റ് ടിവിയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.